ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പുറത്ത് തന്നെ കേടാകാതെ വളരെ കാലം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്ത മാങ്ങയാണ്. നമ്മളെടുക്കുന്ന മാങ്ങയിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ഒന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യാനെടുക്കുന്ന കട്ടിംഗ് ബോർഡിലും കത്തിയിലും ഒന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് അച്ചാർ പെട്ടെന്ന് കേടുവരുന്നത്. എല്ലാം നന്നായിട്ട് ഡ്രൈ ആയത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരിപ്പ് ഞാൻ എടുക്കുന്നില്ല, അത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. മുഴുവൻ മാങ്ങയും ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പൊടിയുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കല്ലുപ്പ് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാങ്ങ കഷ്ണങ്ങളിൽ ഉപ്പൊക്കെ പിടിച്ച് മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഇത് ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും കണ്ടില്ലേ, മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ബാക്കി ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടുകാണ് എടുക്കുന്നത്. 2 കിലോ മാങ്ങയ്ക്കുള്ള അളവാണ് ഇവിടെ പറയുന്നത്. 4 ടേബിൾ സ്പൂൺ കടുക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയം വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. ഇപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഉലുവയാണ് ചേർക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതും നമുക്കിതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഉലുവയുടെ കളറൊക്കെ മാറി ഇതൊന്ന് പൊട്ടി തുടങ്ങും. ഉലുവയും കടുകുമൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ റോസ്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഉലുവയുടെ കളറൊക്കെ മാറി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. 1/2 കപ്പ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടികൾ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 100 ml നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിൽ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്താൽ പെട്ടെന്ന് തന്നെ അച്ചാർ കേടുവരും. 200 ml ഒരു കുപ്പിയിൽ നിന്നും പകുതിയാണ് ഞാൻ ഈ എണ്ണ എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ കടുക് പൊട്ടിക്കഴിയാറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കീറിയെടുത്തതാണ്. ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വെളുത്തുള്ളിയുടെ കളറ് ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു ലൈറ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഉണങ്ങിയ ജാറിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. വല്ലാതെ അങ്ങ് ഫൈൻ പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന എണ്ണയിൽ നിന്നും കുറച്ച് ഞാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതെന്തിനാണെന്ന് പിന്നീട് പറയാം. വെളുത്തുള്ളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടൂ.
ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ, നമ്മളത് മാറ്റിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെയും ഉലുവയുടെയും പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഈ ഉപ്പ് കറക്റ്റായിരുന്നു. ഈ ഒരു മിക്സിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ എണ്ണയോട് കൂടി തന്നെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ദിവസം ഇത് മാറ്റി വയ്ക്കണം. അതിന് ശേഷം വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിലേക്ക് മാറ്റാനായിട്ട്. ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് അനക്കാതെ 2 ദിവസം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിലുള്ള എണ്ണയൊക്കെ പൊങ്ങി വരും. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. കണ്ടില്ലേ, ഇതിലുള്ള എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി എണ്ണ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയിലോ സ്പൂണിലോ ഒന്നും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ തവി ഉപയോഗിച്ച് വേണം ഇത് ഇളക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകും. ഞാനീ ചേർത്തിരിക്കുന്ന ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കരുത് കേട്ടോ. അച്ചാറുകളൊക്കെ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട്. നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ബോട്ടിലാണിത്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 2 ദിവസം മുൻപ് ചൂടാക്കിയ എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ബോട്ടിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാറ്റി വെച്ചത്. ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അച്ചാർ കേടുവന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ അച്ചാർ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് വേണം നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. 2 ബോട്ടിലായിട്ടാണ് ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഈ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വക്കത്തൊക്കെയുള്ള അച്ചാർ ഒരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചെടുക്കാം. ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ടോ തുടച്ചെടുത്താൽ മതി. ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ അടച്ച് 3 ദിവസം ഇത് വെയിൽ കൊള്ളിക്കാനായിട്ട് വെയിലത്തേക്ക് വെക്കണം. 3 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഞാനിത് തുറന്ന് കാണിച്ചു തരാം. അപ്പോഴേക്കും ഇതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം ഞാൻ വെയിൽ കൊള്ളിച്ചെടുത്തതാണിത്. കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എപ്പോഴും അച്ചാറിൽ ഇതുപോലെ എണ്ണ മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. 3 ദിവസം കഴിഞ്ഞിട്ടും എണ്ണ മുകളിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ അച്ചാർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോഴേക്കും മസാലയും ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകമായിട്ടുണ്ടാകും. പഴകും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുക. ദിവസവും ഉപയോഗിക്കാനുള്ള അച്ചാർ ഒരു ചെറിയ കുപ്പിയിലേക്ക് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് വലിയ കുപ്പിയിൽ എണ്ണ മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അച്ചാർ എടുക്കുന്ന സ്പൂണും തവിയും ഒക്കെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് ഉണക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ എണ്ണ മാറ്റിയതിന് ശേഷം എടുത്താൽ മതി. അതിനുശേഷം വക്കത്തൊക്കെയുള്ള അച്ചാർ ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ച് ക്ലീനാക്കി വെക്കണം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അച്ചാർ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും. വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിലും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. ഈ അച്ചാർ ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ധാരാളം പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന കാലമല്ലേ, എല്ലാവരും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.